ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഞാൻ നാഗകന്യകയായി. ശേഷ നാഗകന്യക, ഇതാണ് സത്യം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അലറിക്കൊണ്ട് മനസ്സിൽ ഞാനൊരു നാഗകന്യകയാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ നെഞ്ചിന്റെ എതിർ ദിശയിലായി കൈകൾ വെച്ചു. പെട്ടെന്ന് അവൾ ഒരു നാഗകന്യകയായി മാറി. പാതി രൂപത്തിലുള്ള അവളുടെ രൂപം അവൾ നന്നേ നോക്കി. നാഗകന്യകയാണ് ഞാൻ, ഇച്ഛാധാരി നാഗകന്യക. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അലറി. അപ്പോഴാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. തന്നെ നശിപ്പിക്കുവാനായി വന്ന ഗുണ്ടകൾ, അതിനെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ ജീവിതത്തെ തന്നെ ഇങ്ങനെ മാറ്റിമറിച്ച് അവരെ കൊന്നിട്ടല്ലാതെ ഇന്നെനിക്ക് മറ്റൊരു ഉദ്ദേശമില്ല. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ഒരു നാഗമായി മാറി ഇഴഞ്ഞു നീങ്ങി. പ്രാർത്ഥന ആ മലയുടെ മുകളിലേക്ക് ഇഴഞ്ഞു കയറിയതും ആ ഗുണ്ടകൾ അവരുടെ കയ്യിലുള്ള കള്ളുകുപ്പികൾ പൊട്ടിച്ച് അത് കുടിക്കുവാനായി തുടങ്ങുകയായിരുന്നു. അന്നേരം അവിടെ എത്തി പ്രാർത്ഥന മനുഷ്യരൂപത്തിലേക്ക് വന്നു. അവളെ കണ്ടതും ആ ഗുണ്ടകൾ ഞെട്ടി. നീ എങ്ങനെ തിരിച്ചു വന്നു? ഈ മലമുകളിൽ നിന്ന് നീ താഴേക്ക് ചാടിയിട്ടും നിനക്ക് എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല? നീ പ്രേതമായി വന്നതാണോ? ഇത്രയും പറഞ്ഞ് ഒരു ഗുണ്ട പേടിച്ചപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, എടാ, ഇവള് പ്രേതമൊന്നുമല്ല. ഇവൾ എങ്ങനെ വന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാ? ഇവളെ എനിക്ക് വേണം. ഇത്രയും പറഞ്ഞ് ആ ഗുണ്ട പ്രാർത്ഥനയുടെ കൈയും പിടിച്ച് ആ മലയുടെ ഒരു ഭാഗത്തേക്ക് പോകാനായി തുടങ്ങി. പ്രാർത്ഥനയുടെ കൈ മാത്രം അവളുടെ ശരീരത്തിൽ നിന്നും നീളുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അറിയാതെ അയാൾ, അപ്പോ നിനക്ക് സമ്മതിക്കാനും അറിയാമല്ലേ? എന്താ, എന്നെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവളുടെ കൈ മാത്രം നീണ്ടുവന്ന കാര്യം അയാൾ കണ്ടത്. അന്നേരം അയാൾ പേടിച്ചു. നീ നീ വിക്കലോടെ അയാൾ ചോദിച്ചു, നീ ആരാ? പ്രേതമാണ്. അന്നേരം അവൾ പറഞ്ഞു, എന്താ, പേടിച്ചു പോയോ? ഒന്ന് ഞാൻ പറയാം, പ്രേതമല്ല ഞാൻ, മനുഷ്യനുമല്ല ഞാൻ. പിന്നെ ഞാൻ ആരാ? എന്റെ കൈകൾ മാത്രം എങ്ങനെ നീളണമെങ്കിൽ ഞാൻ ആരാ? ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ഒരു നാഗകന്യകയായി മാറി. നാഗകന്യകയാണ് ഞാൻ, നാഗകന്യക. നാഗകന്യകമാരുടെ എല്ലാം നാഗകന്യക, ശേഷനാഗകന്യക. ഇത്രയും പറഞ്ഞ് ആ ഗുണ്ടകളെ ഓരോരുത്തരെയായി പ്രാർത്ഥന അവളുടെ വാലിൽ ചുറ്റി ഞെരുക്കി മലമുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞു. എന്റെ സത്യത്തെ തന്നെ മാറ്റിമറിച്ച നിങ്ങളെ ഇല്ലാതാക്കാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അനുഭവിക്കും നിങ്ങൾ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അവിടെ നിന്നും പോകാനൊരുങ്ങിയതും പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് തല കറങ്ങും പോലെ തോന്നിയിരുന്നു. അവൾ അവിടെ കുഴഞ്ഞു വീണു. ഇതേസമയം കാറ്റും കോളും കൊണ്ട് ഗുജറാൾ വീട്ടിലെ ജനലുകളെല്ലാം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. അന്നേരം കാറ്റടിച്ചതും ഗുജറാൾ ഹൗസിന്റെ ചുമരിലിരുന്ന പ്രാർത്ഥനയുടെ വലിയ ഫോട്ടോ താഴേക്ക് വീണു. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു ചെറിയ പാമ്പും ആ ഫോട്ടോയ്ക്ക് മുകളിലായി വന്ന് വീണു. പെട്ടെന്നാണ് പ്രത അത് ശ്രദ്ധിച്ചത്. ഭഗവാനെ, എന്റെ മോള്! അവളുടെ ഫോട്ടോ താഴെ വീണതും പ്രത ആ ഫോട്ടോയുടെ അടുത്തേക്ക് പോയി. അന്നേരം ആ ഫോട്ടോയെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ചെറിയ സർപ്പത്തെ കണ്ടതും പ്രത ഒരു നിമിഷം പതറി. ഇതെന്താ ഭഗവാനെ, പ്രാർത്ഥനയുടെ ഫോട്ടോയിൽ പാമ്പ് ചുറ്റിയിരിക്കുന്നു. ഇതിനർത്ഥം എന്റെ മോള്? ഇത്രയും പറഞ്ഞ് പ്രത കരഞ്ഞുകൊണ്ട് ഋഷിയെ വിളിച്ചു. ഋഷിയേട്ടാ, ഇത് നോക്ക്, നമ്മുടെ പ്രാർത്ഥന മോള്. ഇതിന്റെ അർത്ഥം